മാങ്കോസ്റ്റിൻ്റെ പുറന്തലിയുമ്പോൾ കാണുന്ന പൂവില്ലേ, അത്ര എണ്ണം കുരുന്ന് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. നമ്മൾ പൊളിച്ച് നോക്കിയാൽ കാണാട്ടാ. കണ്ട 6 പൂവിൻ്റെ അടയാളമായിരുന്നു. അതേപോലെ തന്നെ 6 കുരു കണ്ട. ഇത് മുളയ്ക്കാനായിട്ടേ നമ്മൾ തണലത്ത് വെറുതെ മണ്ണിൽ പാവിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇടൊന്നും വേണ്ട, വെറുതെ പാവിട്ട് കൊടുക്കുക. അപ്പം ഇത് നല്ല പോലെ നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ തൈക്കൾ നമ്മൾ നടാനായിട്ട് എടുക്കുമ്പോഴേ ഈ 2 ഇലയിട്ട് ഇതിങ്ങനെ നിൽക്കണത് എടുക്കരുത് ഒരിക്കലും. പെട്ടെന്ന് കൂമ്പലകൾ വരുന്നത്, അതായത് തട്ട് തിരിഞ്ഞ് കിട്ടുന്ന തൈക്കൾ വേണം നടാനായിട്ട്. അങ്ങനെയാവുമ്പോൾ 3-4 കൊല്ലത്തിനുള്ളിൽ കായ്ച്ച് കിട്ടും. അല്ലെങ്കിൽ 10-12 വർഷം വേണ്ടി വരും ഇത് കായ്ക്കാനായിട്ട്, വിളവ് ലഭിക്കാനായിട്ട്. അതേപോലെ ചട്ടിയിലായാലും ഇതേപോലെ കുരുക്കൾ മുകളിൽ വെതറിട്ട് കൊടുത്താൽ മതി. കുരുക്കൾ മുളച്ച് കിട്ടും. മണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിൽ മുളയ്ക്കാൻ പണിയാണ്. അപ്പം ഇതൊരു ട്രിക്കാണ് കേട്ടാ. ഇത് മാങ്കോസ്റ്റിൻ്റെ ഒരു തൈയാണ്. ഇത് നേരെ പോണ ഒരു വൃക്ഷമാണ് കേട്ടോ. അപ്പം ഇതിനെ വളച്ചെടുത്ത ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇതിന് ഒരു കല്ല് കെട്ടിയിട്ടാണ് ചെയ്തത്. അപ്പം കല്ല് ഇതേപോലെ കൂമ്പിലായിട്ട് കെട്ടിയിട്ടപ്പോൾ മരം ഇതേപോലെ വളഞ്ഞ് കിട്ടിയിട്ടാണ് നമുക്ക്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പം ഇത്രയും വലിയൊരു കല്ലാണ് ഞാൻ കെട്ടിയിട്ടിരുന്നത് കയറുമ്മ. അപ്പം ഈ തടി നല്ല പോലെ നമുക്ക് വളഞ്ഞിങ്ങോട്ട് കിട്ടിയിട്ടാക്കണ്ട, നല്ല ഷേപ്പിൽ വളഞ്ഞു കിട്ടി. അപ്പം ഇത് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇലക്ട്രിസിറ്റി ലൈൻ പോയിരുന്നു. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വളച്ചെടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.